നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കൗണ്ട് ഒന്ന് നോട്ട് ചെയ്തോളൂ. ശരി ഡോക്ടർ. ഇങ്ങനെ എന്തെങ്കിലും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ? തളർന്നു വീഴുകയോ ബോധം കെടുകയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഡോക്ടർ, ഇത് ആദ്യമായിട്ടാണ്. ടെൻഷന്റെ ആവാനാ സാധ്യത. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്യാം. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കണേ. ശരി ഡോക്ടർ. നിങ്ങളുടെ മോളാണോ? അതെ ഡോക്ടർ. മനസ്സിലൊരു ടെൻഷൻ തട്ടിയ തളർന്നു വീഴുന്നവരാ പല പെൺകുട്ടികളും. അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഡോക്ടർ, പരമാവധി അവൾക്ക് ടെൻഷൻ കൊടുക്കാതിരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട്. പക്ഷെ ഹരിസാറേ, ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും തെറ്റിദ്ധരിക്കപ്പെടുക ചെയ്യുന്നത്. നിത്യയുടെയും ഹരിസാറിന്റെയും ജീവിതത്തിൽ നല്ലത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് അവസാനം എങ്ങനെയല്ലേ സംഭവിച്ചത്? ഞാനാണ് എല്ലാത്തിനും കാരണം. ഒരിക്കൽ പോലും ഞാൻ അയാൾക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല. ഞാനന്ന് ചത്താ മതിയായിരുന്നില്ല സാറേ. എന്തിനെന്നെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന്? എന്തിനെന്റെ മാനസിക നില നേരെയാക്കിന്ന് ആലോചിക്കുമ്പോ വീണ്ടും എനിക്ക് ഭ്രാന്തെടുക്കുക. ജീവ, എന്റെ സാറേ, നിത്യയുടെ കാര്യം ആലോചിക്കുമ്പോ ഞാൻ ഉള്ളിൽ കരയാത്തൊരു ദിവസം പോലും ഇല്ല സാറേ. പക്ഷേ ജീവൻ കരയാൻ പാടില്ലല്ലോ. ജീവൻ കരഞ്ഞത് തട്ടിപ്പാണല്ലോ. എല്ലാവരും എന്നെ അങ്ങനെയല്ലേ കാണുന്നത് ഹരിസാറേ, അല്ലേ? എടോ, താൻ കരയല്ലേ? നമ്മളെല്ലാരും ജീവിതത്തിൽ നിൽക്കുന്നത് ഓരോ വ്യത്യസ്തമായ പൊസിഷനുകളില്. ചില നേരത്ത് അതൊക്കെ അറിയാതെ കൂട്ടിമുട്ടുമ്പോ എന്തൊക്കെയോ സംഭവിക്കുന്നു. അല്ലാതെ ഹരിസാറേ, കുറെ കാലം ഇരുട്ടിക്കഴിഞ്ഞപ്പോ എനിക്കെല്ലാവരും വേണമെന്ന് തോന്നി. എല്ലാവരും അടുത്തുണ്ടാവണമെന്ന് തോന്നി. അല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയനെ. ജീവ, നിത്യയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ സമാധാനമായിട്ടിരിക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.